അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു. 16 ലക്ഷമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അനുമോള് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ കുത്തിത്തിരിപ്പ് ടീമുകളും വിഷ ടീമുകളും എല്ലാം ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു അഭിനയോടെ പുറത്ത് നിന്ന് എന്തൊക്കെയാണ് സംസാരിച്ചത്, അവിടെ ചെന്നിട്ട് എന്തോ ഒരു കെട്ടിപ്പിടി ഉമ്മ വയ്ക്കൽ, എന്തോ ഒരു അഭിനയോടെ ഇതൊക്കെ. ഇവർ എയർപോർട്ടിൽ വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലേ, അനുവിനെ പറ്റിയിട്ട്, വേറെ ആരെയും പറ്റിയിട്ടല്ല, അനുവിനെ പറ്റിയിട്ട്. അവിടെ ചെന്നിട്ട് എന്താ ഞാൻ പറയുന്നത്, എന്തൊരു അഭിനയമാണ്. ഇനിയിപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇപ്പോൾ തുടങ്ങും, കയറിയതല്ലേ ഉള്ളൂ, ലൈവിനകത്ത് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കയറിയതിൽ റീ എൻട്രി ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഒന്നും പറയാനില്ല, അപ്പാനി ശരത്താണ് കേട്ടോ. സൂപ്പറായിട്ട് അയാൾ എല്ലാ ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്, ഒരു വെറുപ്പീരുമില്ല അപ്പാനി ശരത്ത്. അപ്പം ആദ്യം എൻട്രി ചെയ്തത് അപ്പാനി ശരത്താണ്. അപ്പം മുൻഷി കയറിയിട്ടുണ്ട്, അതുപോലെ ബിൻസിയും കുത്തിത്തിരിപ്പും വിഷമെല്ലാം ഒരുമിച്ചാണ് കയറിയത്, കട്ടപ്പയും എല്ലാം കൂടെ. മുൻഷിയും അതുപോലെ ശൈത്യ ബിൻസി ഒരുമിച്ചാണ് കയറിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, സൂപ്പർ. എയർപോർട്ടിൽ കണ്ടിട്ടാണ് പോയത്, എന്നിട്ട് അവിടെ ചെന്നിട്ട് എൻ്റെ പൊന്നോ എന്തൊരു അഭിനയം. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. നമ്മളെ ശൈത്യ എയർപോർട്ടിൽ വെച്ച് മീഡിയാസിന്, ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത ഒരു വലിയൊരു മുട്ടക്കാട്ട ബൈറ്റ്സ് ഉണ്ട്. എനിക്കൊന്നൊരു 10-20 മിനിറ്റിലെ ബൈറ്റ്സ് എങ്ങാനുണ്ട്. വന്നിട്ട് എനിക്കൊന്നും ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ല, വന്ന് ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും 10-20 മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോയാണ്. എന്തായാലും അതിൻ്റെ ഒരു വേണ്ടുന്ന ഭാഗം നമുക്ക് ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം, എന്നിട്ട് പറയാം. ആരെയാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ല, അവിടെ ഇപ്പോൾ 7 പേരില്ലേ, 7 പേരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കാണ് വിജയസാധ്യത കൂടുതൽ, അനുമോക്കാണോ അനീഷിനാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ പിന്നെ നൂറായിരിക്കും. സുഹൃത്ത്, യഥാർത്ഥ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതാണ് വന്നിറങ്ങിയിട്ട് അനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് ഇവിടെ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ചാനലുകാരൻ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ആര് ജയിക്കണമെന്ന് ആഗ്രഹം, എന്നാൽ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരു സുഹൃത്ത് നല്ലൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആണെങ്കിൽ എന്താണെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പം സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള ആൾക്കാർ, ഈ ഇപ്പം ലക്ഷ്മി നക്ഷത്ര, അതുപോലെ ബിനീഷ് ബാസ്റ്റിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, അനൂപ് ഷോ ഡയറക്ടർ, ഇവരെല്ലാവരും ഇവരുടെ അടുത്ത് ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം, ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അനു ജയിക്കണമെന്നാണ് അല്ലേ. ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ തൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്, പുതപ്പൻ്റെ അടിയിൽ നമ്മൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ശൈത്യ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആരാണ് ജയിക്കണമെന്ന് ആഗ്രഹം, അത് അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത് അല്ലേ. എവിടുത്തെ ഫ്രണ്ടാടേ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യയൊക്കെ അനുവിൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നതിൽ പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ, ആ ഒരു അവസ്ഥ വരും ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനൊരു ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂട്ടേണ്ട കാര്യമുണ്ട്. ഇതേപോലെ കുത്തിത്തിരിപ്പും എന്ന് വെച്ചാൽ കൂടെ നിന്നിട്ട് തന്നെ നമ്മളെ ഈ ഒറ്റ കൊടുക്കുന്ന സ്വഭാവങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കൂട്ടുകാർ നമുക്ക് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ഇത് ഇനിയിപ്പോൾ അവർ, കാരണം ശൈത്യയുടെ ഗെയിം കഴിഞ്ഞു, ശൈത്യ എവിക്റ്റായി പുറത്തു വന്നു. കാരണം നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ആ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. ഇവിടെ ഈ ഒരു മീഡിയക്കാരൻ ചോദിക്കുന്ന സമയത്ത് ശൈത്യക്ക് പറയാം, ഞാൻ അനുവിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അനു ആണ് ജയിക്കേണ്ടതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പറയാം അനു അല്ലെങ്കിൽ വേറൊരാൾ, ഇവരൊക്കെ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് ഒന്നുമില്ല, ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. കൊള്ളാം. അനുമോള് PR-ഉള്ള കാര്യം ഹൗസിനകത്ത് വെച്ച് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിരുന്നോ? അത് ഞാൻ അകത്ത് കയറുമ്പോൾ പറയാം. ഒരാൾ പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചോ. അനുമോള് എത്ര എമൗണ്ട് ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞായിരുന്നു? 16 അല്ല 15 ലക്ഷം എന്ന് പറഞ്ഞു. അതിപ്പോ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഉള്ളത് പറയോ? ഉള്ള കാര്യം പറയത്തില്ലല്ലോ.
അവളുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് കുറേ പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ എൻ്റെ അടുത്തും പറഞ്ഞു. അത് പിന്നെ ഗെയിമിൽ യൂസ് ചെയ്തത് എന്താ തോന്നുന്നത്? അത് ഗെയിമിൽ പിന്നെ കറക്റ്റായിട്ട് എമൗണ്ട് പറഞ്ഞതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ബിന്നി റിയൽ ആയിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞത്. പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ബിന്നീനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. എൻ്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട്, അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷേ അനുവിൻ്റെ ഫാമിലി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല എന്താണ് റീസൺ. എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ 16 മാറി 15 ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോടെ. ഇവിടെ അനു 16 ലക്ഷം കൊടുത്തെന്ന് പറയുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അനു PR കൊടുത്തെന്ന് പറയുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. PR ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ ആൾക്കാരും PR കൊടുത്തിട്ടാണ് അങ്ങോട്ട് കയറിയിട്ടുള്ളത്. ഈ പറയുന്ന ശൈത്യയുടെ അക്കൗണ്ട് വരെയും PR-കാരായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാരും PR-ഉം ഇവരെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെല്ലാം ജനങ്ങൾ വെളിയിൽ നിന്ന് കണ്ടയാണ്. അപ്പം ഇവിടെ ശൈത്യ പറയുന്നു, ഇപ്പം ഇവർ ഇറങ്ങിയ സമയത്തൊന്നും ഇതൊന്നും ആരുടെടുത്തും പറയുന്നത് കേട്ടിട്ടില്ല. ഇത് ബിന്നി ഒരു 16 ലക്ഷം കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളെല്ലാം പറയുന്നത് 16 ലക്ഷം എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു, വകുപ്പിനടി കിടന്നിട്ട് എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു എന്നാണ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതേപോലെ അസൂയ. ഈ 16 ഇനിയിപ്പോൾ 16 കൊടുത്തെന്നിരിക്കട്ടെ, ഇനി 16 കൊടുത്തു, 20 കൊടുത്തു, 25 കൊടുത്തു, അനു ജയിക്കേണ്ട കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ ജയിച്ചിരിക്കും. അത് വേറെ കാര്യം. കാരണം ഈ ഒരു ഷോയിൽ ഈ ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% കോണ്ടന്റ് കൊടുത്തിട്ടുള്ള വ്യക്തി 90% അനുവിൻ്റെ പേരിൽ മാത്രമാണ് ബിഗ് ബോസിൽ നിന്ന് കോണ്ടന്റുകൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഫിനാലെ വീക്ക് പോലും അനുവിൻ്റെ കണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ ഏഷ്യനെറ്റിൻ്റെ പ്രൊമോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അനുവിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റുകളാണ് വന്നിട്ടുള്ളത്, പ്രൊമോയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഈ ഒരു സീസൺ ഇനി അനു PR കൊടുത്താലും ഇല്ലെങ്കിലും ജയിക്കാൻ അർഹതപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനു. കപ്പടിക്കാൻ അർഹതപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ഇനി PR കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇനി PR-ൻ്റെ പേരിൽ എത്ര ഡീഗ്രേഡ് ചെയ്താലും അനു തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിൽ സീസൺ 7 ജയിക്കാൻ മറ്റെല്ലാവരെക്കാളും അർഹതപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ്. കാരണം അത്രമാത്രം ഈ ഒരു പുള്ളിക്കാരി ഭയങ്കര ഡീഗ്രേഡിങ്ങും ഈ ബുള്ളിങ്ങൊക്കെ ഒരു വ്യക്തിയാണ് അല്ലേ. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്, അതിൻ്റെ അങ്ങേ സീസണിൽ കണ്ടതാണ്, ഏതെങ്കിലും ഒരു സ്ത്രീ കണ്ടസ്റ്റൻസിൻ്റെ മേലെ കൊണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡീഗ്രേഡിങ് ബുള്ളിങ് എല്ലാം നടത്തി അത്രയും മോശമാക്കി ലൈഫ് വരെ തകർക്കുന്ന രീതിയിൽ പോയിട്ട് അവസാനം വേറെ ആരെങ്കിലും അതിനകത്ത് ഒരു അർഹതപ്പെടാത്ത ആളും ഈ പറഞ്ഞ അർഹതപ്പെടാത്ത ഒരാൾ ജയിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. കപ്പടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അർഹതപ്പെട്ട ഒരാൾ അവിടെ മാറ്റപ്പെടും. ഈ ഒരു സീസണിൻ്റെ ഫിനാലെ സമയം ആകുമ്പോഴത്തേക്ക്, കപ്പിലേക്ക് അടുക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് അത്രമാത്രം ഡീഗ്രേഡ് ചെയ്ത് വോട്ട് കുറയ്ക്കുന്നൊരു പരിപാടി എല്ലാ സീസണിനകത്തും ഉള്ളതാണ്. അപ്പം ഈ ഒരു സീസണിനകത്ത് അങ്ങനെ സംഭവിക്കില്ലേ. ഡിസർവിങ് ആയിട്ടുള്ള ആൾ തന്നെ ജയിച്ചിരിക്കണം. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തൊക്കെ സംഭവിച്ചാൽ ഈ ഒരു ഷോയിൽ ഇത്രയും ബുള്ളിങ്ങും ഇത്രയും ഇതൊക്കെ ഡീഗ്രേഡും അനുഭവിച്ച ആൾ തന്നെ ജയിച്ചിരിക്കണം. കാരണം ഇനി അല്ല ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, വരും സീസണിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം PR-കളും മറ്റുള്ള ഈ ആർമിക്കാരുകളും എല്ലാം കൂടെ ചേർന്ന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഡീഗ്രേഡിങ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ ശൈത്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ലക്ഷമല്ല 15 ലക്ഷം, 1 ലക്ഷം എനിക്ക് തോന്നുന്നു ഇച്ചിരി ഡിസ്കൗണ്ട് ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു അനുവിന്. നമ്മുടെ ബിന്നി പറഞ്ഞത് 16 ആണല്ലോ, അപ്പം ശൈത്യ ഇപ്പം 15 പറയുന്നത്. അപ്പോൾ 1 ലക്ഷം അനുവിന് എനിക്ക് ഡിസ്കൗണ്ട് ഞാൻ ഒരു 1 ലക്ഷം കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. എന്തോ ആടെ ഇതൊക്കെ ഒരു കഴിവുമില്ലാതെ അവിടെ മുമ്പേ പോയി എവിക്റ്റായി വന്നിട്ട് കഴിവോടുകൂടി അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അസൂയ കാരണം ഇനി അവിടെ ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് ജയിക്കുവാണെങ്കിൽ അയാൾ ഇന്ന് PR കൊണ്ടാണ് ജയിച്ചത്, ഞാനൊക്കെ ഭയങ്കര കഴിവുള്ള ആളാണ്, ഞാനൊക്കെ PR ഇല്ലാത്തതുകൊണ്ടാണ് മുമ്പേ ഔട്ടായി വന്നതെന്ന് ഈ പറഞ്ഞിട്ടുള്ള കഴിവില്ലായ്മ മറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓരോ നാടകങ്ങളെ എന്തായാലും കൊള്ളാം. എന്തായാലും ബിന്നി ഉണ്ടല്ലോ, ബിന്നി ഒരു പുതിയൊരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറേ കണ്ടത് അവസാനം ഞാൻ കാരണം
മൊത്തവും ഇത് തന്നെ കുറ്റപ്പെടുത്തലുകളും അസൂയയും ഇതൊക്കെ തന്നെ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ. ബിന്നിയുടെ ഇൻ്റർവ്യൂ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് പോയി കിടപ്പുണ്ട്, അതിനകത്ത് പോയി കാണുക. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസങ്ങളിൽ ഇല്ലാത്തൊരു പുതിയൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ എടുത്തുകൊണ്ട്, ചിലപ്പോൾ ഇത് മുമ്പേ എടുത്ത് വെച്ചാണെന്ന് അറിയത്തില്ല, അവർ ഈ സമയത്ത് ഇട്ടാണെന്ന് അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെ ഈ ഒരു ഫിനാലെ വീക്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിനെ ഡീഗ്രേഡ് ചെയ്ത് താഴെ കൊണ്ട് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഈ ഒരു PR വിഷയം എടുത്തിട്ട് സംസാരിച്ച് മാക്സിമം അനുവിനെ ഡീഗ്രേഡ് ചെയ്യണം, വോട്ട് കുറയ്ക്കണം, PR ബലത്തിലാണ് ജയിക്കുന്നതെന്ന് വരുത്തി ഈ പറഞ്ഞിട്ടുള്ള ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ബിന്നി ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് വന്നതെന്നാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിൽ ബിന്നി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ലക്ഷം രൂപ PR കൊടുത്തിട്ടുള്ള കാര്യം ബിന്നി ഇപ്പം പറയുന്നത് മാറ്റി പറയുവാണ്. മുമ്പേ ബിന്നി എങ്ങനെയാണ് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇവരൊക്കെ ഷോ ഇറങ്ങിക്കഴിഞ്ഞാലെങ്കിലും നന്നാവും എന്ന് ഞാൻ കരുതി. ഇവരെ മനസ്സിലെ അസൂയയും ഈ പറഞ്ഞിട്ടുള്ള കുശുമ്പും ദുഷിപ്പും ഇതൊക്കെ മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് മാറത്തേയില്ല. ഇനി അത് വിന്നറും കൂടെ ആയി കഴിഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ. എവിടെ പോയിരുന്നാലും പറയും അത് അനു കഴിവില്ലായിരുന്നു, അനു PR കൊണ്ടാണ് ജയിച്ചത്, കഴിവുള്ള ഞങ്ങളൊക്കെ PR ഇല്ലാത്തതുകൊണ്ടാണ് മുമ്പേ ഔട്ടായെന്ന് ഇനി എല്ലായിടത്തും പോയി ഇത് തന്നെയായിരിക്കും പറയുന്നത്. കാരണം പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങൾ ഇടയ്ക്കിങ്ങോട്ട് അസൂയുള്ളതാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴേക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം ഭയങ്കര അസൂയമായിരിക്കും. അവിടെയാണ് അതുപോലെയാണ് ഇത് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ബിന്നി പറയുന്നത് PR കൊടുത്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 16 ലക്ഷം എന്ന് പറഞ്ഞിട്ടല്ല. ഈ ബിന്നി തന്നെയല്ലേ പറഞ്ഞത് 16 ലക്ഷം രൂപയാണ് PR കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ബിന്നി ഇറങ്ങുന്നതിൻ്റെ ആഴ്ച അത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ 16 ലക്ഷം കൊടുത്തിയാണ് ഇവിടുന്ന് ജനങ്ങൾ മറ്റേ മഷി ഇട്ടിട്ടാണോ ഇവിടെ ജനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. ബിന്നി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് 16 ലക്ഷം രൂപ കൊടുത്തത്. അതാണ് ഒരു നിലപാടും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ഇവിടെ മാറ്റി പറയുന്ന ആരാണ്? ഇവിടെ കള്ളം പറയുന്ന ആരാണ്? ഈ ബിന്നിയാണ് പറയുന്നത് കള്ളം പറയുന്നത്. ഇവരൊക്കെയാണ് കള്ളം പറയുന്നത്. അനു PR കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ എമൗണ്ട് പറഞ്ഞിട്ടില്ല. അനു ഒരിടത്തും മാറ്റി പറഞ്ഞിട്ടുമില്ല. അനു പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ PR കൊടുത്തിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ട് എഡിറ്റ് ചെയ്യാനും ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടാനും സ്റ്റോറി ഇടാനെല്ലാം ഞാൻ PR കൊടുത്തിട്ട് അതിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാനും എല്ലാ ആൾക്കാരുടെ ജനങ്ങൾ ഈ ഒരു ഷോയിൽ ലൈവിനകത്ത് എല്ലാ ആൾക്കാരോടും അനു ആ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, പറഞ്ഞാണ്, അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്തെല്ലാം പറഞ്ഞാണ്. പക്ഷേ എമൗണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ബിന്നി അന്ന് എന്താണ് പറഞ്ഞത്? 16 ലക്ഷം രൂപ കൊടുത്തെന്നല്ലേ പറഞ്ഞത്. ഇപ്പം എനിക്കറിയത്തില്ല, എനിക്ക് PR കൊടുത്തെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. PR എക്സ്പോസ് ആക്കിയതുകൊണ്ട് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട് മറ്റു പല ആൾക്കാർക്കും എന്നാണ് പറയുന്നത്. എവിടെ എക്സ്പോസ് ആക്കി? എന്തായാലും ഒന്ന് കേട്ട് നോക്കാം അതും കൂടെ പറയുന്നതും കൂടെ. 16 ലക്ഷം അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു. 16 ലക്ഷമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇവൻ ഞാൻ അതിനെ സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ജിസേലിനോടും പറഞ്ഞിരുന്നു. ജിസേലിനോട് ബിന്നിയല്ല പറഞ്ഞത്, ഷാനവാസിനോടും ബിന്നിയല്ല പറഞ്ഞത്, അനുമോളാണ് പറഞ്ഞത്. PR എക്സ്പോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് തന്നെ അതിനുള്ളിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് സ്റ്റോറി ഇട്ടാൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് അടിപൊളി കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര സുഖമുണ്ട്. നട്ടാക്കുരുക്കാത്ത തുണയായോണ്ടേ എന്തായാലും കൊള്ളാം. PR എക്സ്പോസ് ആക്കിയോണ്ടാണ് എന്നോട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം. എവിടെ എക്സ്പോസ് ആക്കി? അവിടെ ബിന്നിയുടെ ഹസ്ബൻഡ് ചെന്ന് അവിടെ കൊണ്ടിട്ട് ഈ PR ഒരു കേസ് കെട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് അത്രയും ദിവസം ഇല്ലാത്ത ബിന്നി അവസാനം കിട്ടിയൊരു കച്ചിത്തുരുമ്പിലും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഷോ കാണിച്ച് ബിന്നിയാണ് നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയാണെന്നില്ല തെളിയിക്കടേ. ഈ 16 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്ക്. ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസിൻ്റെ അടുത്ത് പറ, ആ ഒരു ക്ലിപ്പ് എടുത്ത് വെളിയിലോട്ട് ഇടാൻ. ഷോ തീരാറായല്ലോ, എടുത്ത് ഇടാൻ പറ. കാരണം ഇത് അനുവിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു അവസരമാണ്. ബിഗ് ബോസിനടുത്ത് നിങ്ങൾ എന്തായാലും അവിടെ പോവാണല്ലോ, റിക്വസ്റ്റ് ചെയ്യും, ആ ഒരു ക്ലിപ്പ് എടുത്ത് വെളിയിലോട്ട് ഇടാൻ പറ, ജനങ്ങളൊന്ന് കണ്ടോട്ടെ. എന്തൊക്കെ ഇനി സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ മുമ്പിൽ കപ്പടിച്ച് കാണിക്കണം. കാരണം ഇത്രയും അസൂയ പിടിച്ച ആൾക്കാരുടെ മുമ്പിൽ, ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ, ഇത്രയും ബുള്ളിങ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അനു കപ്പടിച്ച് കാണിക്കണം. അതാണ് എനിക്കും വേണ്ടുന്നത്. കാരണം ഇവരെയൊക്കെ മുമ്പിൽ തല ഉയർത്തി തന്നെ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതാണ് വേണ്ടുന്നത്. എന്നാലേ ഇവരെയൊക്കെ അസൂയ മാറത്തൊന്നുമില്ല. പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ സ്റ്റേജുകളിൽ ചെന്നിട്ട് ഞാനാണ് കഴിവുള്ള ആൾ, അയാൾ കഴിവില്ലാത്തതുകൊണ്ടാണ് PR കൊടുത്തിട്ടാണ് ജയിച്ചതെന്നിങ്ങനെ വീണ്ടും സ്വയം കഴിവുകേട് മറയ്ക്കാനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ്
റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവരൊരു മനസ്സുഖമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ എന്നാലും നിങ്ങളെല്ലാവരും അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സി യു.